ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗിവ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഇതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു സെയിൽ വീഡിയോ ഇടാനായിട്ട് കാരണം ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ചീഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാന്റ് പോയാൽ പിന്നെ നമുക്ക് ഇതുപോലെ പൂക്കളാക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്ലാന്റ്സിനെ രക്ഷിച്ചെടുത്താൽ വീണ്ടും നമുക്കിതുപോലെ നല്ല രീതിയിൽ പൂക്കളാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു വിഷമമേ നമുക്ക് കാണത്തുള്ളൂ. വിഷമം എന്ന് വെച്ചാൽ പൂക്കൾ കാണത്തില്ല എന്നുള്ളത്. കണ്ടോ, ഇതുപോലെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇതുപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് എല്ലാം തന്നെ പോകും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷെഡിലോട്ടൊന്ന് കയറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറിൻ്റെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഹെൽത്തിയാണ്, എത്ര നല്ല പ്ലാന്റാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലാദ്യത്തെ കട്ടിങ്സ് വരുന്നത് ഇതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ 2 കട്ടിങ്സ് വെച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് കേട്ടോ, ബേബി പിങ്ക്. മൂന്നാമത്തെ കളറ് ഈ ഒരു കളറാണ്. പിന്നെ ഇതും കാണിച്ച കളർ തന്നെയാണ് മൂന്നാമത്തെ കളറ്, കണ്ടല്ലോ. ഇതാണ്. പിന്നെ നാലാമത് വരുന്നത് നമ്മുടെ ലാവണ്ടർ കളറാണ്. അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചൊരു പ്ലാന്റാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ നമ്മുടെ ബെർഗണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ 5 വെറൈറ്റിയുടെ കട്ടിങ്സ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഈ 2 കട്ടിങ്സ് വെച്ചായിരിക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 5 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന് 5നും കൂടി വരുന്നത് 150 പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല ഹെൽത്തി കട്ടിങ്സാണ്. എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് നല്ല വള്ളി പോലെ താഴോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പ്ലാന്റ് എങ്ങനെയുള്ളതാണെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ നീണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുകൾ ഭാഗം വെച്ച് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പിന്നെ DTDC കൊറിയർ വഴിയായിരിക്കും കേട്ടോ പ്ലാന്റ്സ് എല്ലാം കട്ടിങ്സ് അയക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആയിരിക്കും അയച്ചു തരുന്നത്. ഇതുപോലെ ഒരു കട്ടിങ്ങും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഈ 2 കട്ടിങ്സ് വെച്ചിട്ട്, അപ്പോൾ സെപ്പറേറ്റ് ടാഗ് ചെയ്യത്തൊന്നുമില്ല, എല്ലാം കൂടി ഒത്തായിരിക്കും വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെങ്ങനെ നട്ടു കൊടുക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കുഞ്ഞു പോട്ടിൽ മണൽ നിറച്ചിട്ട് ഇതുപോലെ 2 ആക്കിയിട്ട് നട്ടു കൊടുക്കത്തക്ക രീതിയിലായിരിക്കും മിക്ക കട്ടിങ്സും വരുന്നത് കേട്ടോ. അതായത് നല്ല നീളമുണ്ടല്ലോ, ഇതുപോലെ നട്ടു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പേപ്പർ ഗ്ലാസ് ആയാലും മതി. അതിലിതുപോലെ മണൽ നിറച്ചിട്ട് ഇത് 2 ആയിട്ട് നട്ടു കൊടുക്കാം കേട്ടോ. 2 ആയിട്ട് നട്ടു കൊടുത്താൽ 2 പ്ലാന്റ് ആവുമല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരുപാടങ്ങ് താത്തി കുത്തണ്ട കേട്ടോ. ഒന്ന് കടുപ്പിച്ചങ്ങനെ കുത്തണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതിയേ. മഴ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ റൂട്ട് വന്ന് നല്ല പ്ലാന്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ഗാർഡനാക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മഴ പെയ്താൽ എന്തായാലും പ്ലാന്റ് മൊത്തത്തിൽ പോകുമല്ലോ. അപ്പോൾ അതൊരു വിഷമമാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു വയ്ക്കാനും പാടാണ്. കാരണം അതിനുള്ള പോട്ടോ അല്ലെങ്കിൽ അത് വയ്ക്കാനുള്ള സൗകര്യമോ അങ്ങനെയൊക്കെ കുറവാണല്ലോ. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്കെടുത്ത് കട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെച്ച് ആക്കി എടുക്കാം. പിന്നെ ഒരു മഴ സീസണും കൂടെ ആയതുകൊണ്ട് ബാക്കി പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതും എല്ലാം കൂടിയൊക്കെ ഷെഡിലൊക്കെ കയറ്റി വെച്ച് പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം കൂടിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ സെയിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കട്ടിങ്സ് കൊടുക്കുന്നുണ്ടോ എന്ന്. ഫ്ലവർ ആയതുകൊണ്ട് നമ്മൾ കട്ടിങ്സൊക്കെ കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത്ര പ്ലാന്റ്സിലുള്ള കട്ടിങ്സ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 5-6 പേർക്കൊക്കെ കൊടുക്കാനുള്ള കട്ടിങ്സേ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം പേ ചെയ്യുന്ന കുറച്ച് പേർക്ക്, അതായത് 5-6 പേർക്കായിരിക്കും കേട്ടോ കട്ടിങ്സ് കിട്ടുന്നത്. അപ്പം വേറെ ആരും പരിഭവമൊന്നും വിചാരിക്കരുത്. ഇത്രയും പ്ലാന്റിലുള്ള കട്ടിങ്സ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ കേട്ടോ. അതാണ്. പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ ഇതുപോലെ റെഡി ആവുകയാണെങ്കിൽ കട്ടിങ്സൊക്കെ നമ്മൾ സെയിലിനായിട്ടൊക്കെ വെക്കും. പിന്നെ ഒരു വെറൈറ്റി ഇല്ല, ഇതിലിപ്പോൾ ഒരു കളർ വേണം 2 കളർ വേണം അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊരു കോമ്പോണൊക്കെ അങ്ങനെയും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഒരു പ്ലാന്റും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇതിൽ കാണുന്ന പ്ലാന്റൊന്നും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു ലാവണ്ടർ കളറിൻ്റെ മാത്രം വേണം അല്ലെങ്കിൽ
വേറൊരു കളർ 2 കളർ വെച്ച് അങ്ങനെ വേണം അങ്ങനെ പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ പാക്ക് ചെയ്തൊക്കെ വിടുന്നതല്ലേ. അപ്പോൾ ഈ ഒരു 5 കളറിൻ്റെ ഈ 2 കട്ടിങ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 150 പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മൾ അതുപോലെ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തണ്ട് മതിയെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇതും ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് കവർ അളവിൽ താഴെ പോയതാണ് കേട്ടോ. പ്ലാന്റ്സിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് വലിയ പോട്ടിലോട്ടൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണേ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ, ബൈ.